ആദം നബിയും പരമശിവനും ഒന്നാണോ എന്നൊരു ചോദ്യം പലപ്പോഴും പണ്ഡിതന്മാർക്കിടയിൽ പോലും വലിയ ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ശ്രീലങ്കയിലെ ആദം മലയിൽ ഉള്ള ആ ഒരു കാൽപ്പാടാണ്. അത് ശിവൻ്റെതാണെന്നും അതല്ല അത് ആദമിൻ്റെതാണെന്നും വാദിക്കുന്നവരുണ്ട്. അത് ബുദ്ധൻ്റെതാണെന്ന് പറയുന്നവരുമുണ്ട്. എന്നിരുന്നാലും പ്രവാചകൻ എന്ന സങ്കല്പവും അവതാര സങ്കല്പവും അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ദൈവം ഭൂമിയിലേക്ക് നിയോഗിക്കുന്നവരാണ് അവതാരങ്ങൾ എന്നാണ് ഹൈന്ദവ വിശ്വാസം. ഇസ്ലാമിക വീക്ഷണത്തിൽ ജനങ്ങൾ വഴിപിഴച്ച് പോകുമ്പോൾ സന്മാർഗം കാണിക്കാൻ ദൈവം നിയോഗിക്കുന്നവരാണ് പ്രവാചകന്മാർ. ഈ രണ്ട് സങ്കല്പങ്ങളും തമ്മിലുള്ള സമാനതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി ഒരു വീഡിയോ നമ്മൾ ഇവിടെ ചെയ്യുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസം അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായിട്ട് മറ്റാരുമില്ല എന്നതാണ്. അതിനാൽ തന്നെ ഒന്നിലധികം ദേവന്മാരിലോ വിഗ്രഹങ്ങളിലോ ഉള്ള വിശ്വാസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. സൃഷ്ടാവായിട്ടുള്ള ദൈവം ഏകനാണെന്നും അവന് പങ്കുകാരില്ല എന്നുമാണ് ഇസ്ലാമിക പ്രമാണം. എന്നിരുന്നാലും വിശുദ്ധ ഖുർആൻ പ്രകാരം ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്ക് ദൈവം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അതായത് ഖുർആൻ 35:24 തൻ്റെ സന്ദേശവാഹകൻ വന്നെത്താത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ചില മുസ്ലിം പണ്ഡിതന്മാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു അഭിപ്രായം ഹൈന്ദവ പുരാണങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ തങ്ങളുടെ കാലഘട്ടത്തിൽ ദൈവം നിയോഗിച്ച പ്രവാചകന്മാരോ അല്ലെങ്കിൽ പുണ്യപുരുഷന്മാരോ ആയിരിക്കാം എന്നതാണ്. എന്നാൽ കാലക്രമേണ അവരുടെ അനുയായികൾ അവരെ ദൈവമായി ആരാധിച്ചു തുടങ്ങിയതാകാം എന്ന് ഇവർ നിരീക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും ഖുർആനിൽ പേരെടുത്ത് പറയാത്തതിനാൽ ഇവരെ പ്രവാചകന്മാരായിട്ട് ഉറപ്പിച്ച് പറയാൻ ഇസ്ലാമിക നിയമപ്രകാരം സാധിക്കുകയുമില്ല. ഇസ്ലാം 4 പ്രധാന വേദഗ്രന്ഥങ്ങളെ, അതായത് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ ഇവയെ അംഗീകരിക്കുന്നുണ്ട്. ഭാരതത്തിലെ വേദങ്ങളും ഉപനിഷത്തുകൾ പോലെയുള്ളവ പുരാതന കാലത്ത് ലഭിച്ച ദിവ്യ സന്ദേശങ്ങളുടെ ബാക്കി പത്രമാകാൻ സാധ്യതയുണ്ടെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വേദങ്ങളിലെ ഏകദൈവ സങ്കല്പം ഇസ്ലാമിക ദർശനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അവർ ആരാധിക്കുന്ന ദൈവങ്ങളെയും അധിക്ഷേപിക്കരുത് എന്ന് ഇസ്ലാം കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. ഖുർആൻ 6:108 പറയുന്നത് ഇപ്രകാരമാണ്: അള്ളാഹുവിന് പുറമെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത് എന്ന് പറയുന്നു. ഇസ്ലാം ബഹുദൈവ വിശ്വാസത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന പ്രവാചകന്മാരിലൂടെയും സന്ദേശങ്ങളിലൂടെയും ജനങ്ങൾ സത്യം മനസ്സിലാക്കിയിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ പല ചരിത്ര പുരുഷന്മാരും ഇത്തരത്തിൽ മാറ്റം സംഭവിച്ച ബിംബങ്ങളാകാമെന്നാണ് ഈ വിഷയത്തിലെ ഒരു ഗവേഷണപരമായ വീക്ഷണം. ഹിന്ദു പുരാണങ്ങളിലെ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ തുടങ്ങിയ വ്യക്തിത്വങ്ങൾ പ്രവാചകന്മാരാകാൻ സാധ്യതയുണ്ടെന്ന നിരീക്ഷണങ്ങൾ പ്രധാനമായും ചില ഇസ്ലാമിക പണ്ഡിതന്മാരും ഗവേഷകരും മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഇത് ഔദ്യോഗികമായ മതനിയമമല്ലെങ്കിലും ചരിത്രപരവും ദാർശനികവുമായ ചില സമാനതകളെ അടിസ്ഥാനമാക്കിയുള്ള പഠനങ്ങളാണ്. അത്തരം പഠനങ്ങളിലെ പ്രധാന പോയിന്റുകൾ നമുക്ക് നോക്കാം. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, നാം നിനക്ക് മുമ്പ് പല പ്രവാചകന്മാരെയും അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരെക്കുറിച്ച് നിനക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്, ചിലരെക്കുറിച്ച് വിവരിച്ച് തന്നിട്ടുമില്ല. ഖുർആൻ 40:78 ഇത് പറയുന്നത്. ഭാരതം പോലെയുള്ള വലിയൊരു നാഗരികത നിലനിന്ന സ്ഥലത്ത് പ്രവാചകന്മാർ വരാതിരിക്കാൻ വഴിയില്ലെന്നാണ് പണ്ഡിതന്മാർ കരുതുന്നത്. അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ദൈവം ഭൂമിയിലേക്ക് നിയോഗിക്കുന്നവരാണ് അവതാരങ്ങളെന്നാണ് ഹൈന്ദവ വിശ്വാസം. ഇസ്ലാമിക വീക്ഷണത്തിൽ ജനങ്ങൾ വഴിപിഴച്ച് പോകുമ്പോൾ സന്മാർഗം കാണിക്കാൻ ദൈവം നിയോഗിക്കുന്നവരാണ് നബിമാർ. ഈ രണ്ട് സങ്കല്പങ്ങളും തമ്മിലുള്ള സമാനതകളാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഭാരതീയ സംസ്കാരത്തിൽ മര്യാദാ പുരുഷോത്തമൻ എന്നാണ് ശ്രീരാമൻ അറിയപ്പെടുന്നത്. ഏകപത്നി വ്രതം, സത്യസന്ധത, നീതിപൂർവമായ ഭരണം തുടങ്ങിയവ ഒരു പ്രവാചകന് ഉണ്ടാവേണ്ട ഗുണങ്ങളാണെന്ന് ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. പ്രശസ്ത പണ്ഡിതനായിരുന്ന ഖാജ ഹസൻ നിസാമി തൻ്റെ പഠനങ്ങളിൽ ശ്രീരാമൻ ഒരു പ്രവാചകനായിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ നൽകിയ ഭഗവത്ഗീതയിലെ സന്ദേശങ്ങൾ ഏകദൈവ വിശ്വാസത്തോടും കർമ്മഫലത്തോടും അടുത്തു നിൽക്കുന്നതാണെന്ന് ചില ഗവേഷകർ പറയുന്നുണ്ട്. ഇസ്ലാമിക പണ്ഡിതനായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് തൻ്റെ തർജുമാനുൽ ഖുർആൻ എന്ന കൃതിയിൽ ഭാരതീയ ചിന്തകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹദീസ് പണ്ഡിതനായ ഷാ വലിയുല്ലാഹ് ദഹ്ലവി കൃഷ്ണനെ വലിയുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ പുണ്യപുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പല മുസ്ലിം ഗവേഷകരും, ഉദാഹരണത്തിന് ഡോക്ടർ M.A. ശ്രീവാസ്തവ ഹസ്രത്ത് മുഹമ്മദ് ആൻഡ് ഭാരതീയ പുരാണങ്ങൾ എന്ന പുസ്തകം കൽക്കി പുരാണത്തിലെ പ്രവചനങ്ങളും മുഹമ്മദ് നബിയുടെ ജീവിതവും തമ്മിൽ വലിയ സാമ്യമുള്ളതായി അവകാശപ്പെടുന്നുണ്ട്.
കൽക്കി അവതാരത്തിൻ്റെ മാതാപിതാക്കളുടെ പേര് സുമതി, അതായത് സുരക്ഷിതയായവൾ അല്ലെങ്കിൽ ആമിന എന്ന് അർത്ഥം വരുന്നതാണ്. വിഷ്ണു യശസ്, ദൈവത്തിൻ്റെ ദാസൻ, അബ്ദുള്ള തുടങ്ങിയ ഉദാഹരണങ്ങളുമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇത്തരം പഠനങ്ങളെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നില്ല. ഇതിനെ രണ്ട് രീതിയിൽ കാണുന്നവരുണ്ട്. ഭാരതീയരെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കാനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും ഇത്തരം നിരീക്ഷണങ്ങൾ സഹായിക്കുമെന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഖുറാനിലോ ഹദീസിലോ പേരെടുത്ത് പറയാത്ത ആരെയും പ്രവാചകന്മാരായി ഉറപ്പിച്ച് പറയാൻ പാടില്ല, അത് ഊഹങ്ങൾ മാത്രമാണ് എന്നൊരു വിഭാഗം പറയുന്നുമുണ്ട്. ലോകത്ത് അധർമ്മം വർദ്ധിക്കുമ്പോൾ ധർമ്മസ്ഥാപനത്തിനായി മഹാവിഷ്ണു എടുക്കുന്ന 10 പ്രധാന അവതാരങ്ങളെയാണ് ദശാവതാരങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓരോ അവതാരവും ഓരോ പ്രത്യേക കാലഘട്ടത്തെയും യുഗങ്ങളെയും പരിണാമഘട്ടങ്ങളെയും സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അവ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, മത്സ്യാവതാരം, ഭൂമി പ്രളയത്തിൽ മുങ്ങിയപ്പോൾ വേദങ്ങളെ വീണ്ടെടുക്കാനും സജ്ജനങ്ങളെ രക്ഷിക്കാനുമായി മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചു. മനുവിനെയും സപ്തർഷികളെയും ഒരു വഞ്ചിയിലാക്കി സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു. കൂർമാവതാരം, അതായത് ആമ, ദേവാസുരന്മാർ പാലാഴി കടയുമ്പോൾ മന്ദരപർവ്വതം താഴ്ന്നു പോകാതിരിക്കാൻ ആമയുടെ രൂപത്തിൽ പർവ്വതത്തിന് താങ്ങായി മഹാവിഷ്ണു നിലകൊണ്ടു. വരാഹം, അതായത് പന്നി, ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കടലിനടിയിൽ ഒളിപ്പിച്ചപ്പോൾ വരാഹരൂപം ധരിച്ച് അസുരനെ വധിച്ച് ഭൂമിയെ തൻ്റെ കൊമ്പുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് സങ്കല്പം. നരസിംഹ അവതാരം, മനുഷ്യൻ്റെ ശരീരവും സിംഹത്തിൻ്റെ തലയുമുള്ള അവതാരമാണിത്. ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാനും അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ വധിക്കാനുമായി തൂണ് പിളർന്നു വന്ന അവതാരമാണ്. മനുഷ്യനോ മൃഗമോ അല്ലാത്ത രൂപമായിരുന്നു ഇത്. വാമന അവതാരം, അതായത് കുറിയ ബ്രാഹ്മണൻ, മഹാബലിയുടെ അഹങ്കാരം തീർക്കാനും ഇന്ദ്രൻ്റെ രാജ്യം തിരിച്ചു നൽകാനുമായി ഒരു ബാലൻ്റെ വേഷത്തിൽ വന്ന് 3 അടി മണ്ണ് ചോദിച്ചു. ഇത് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ സൂചിപ്പിക്കുന്ന ആദ്യ മനുഷ്യാവതാരമായി കരുതപ്പെടുന്നു. പരശുരാമാവതാരം, കോടാലി ഏന്തിയ ഋഷി, അഹങ്കാരികളായ ക്ഷത്രിയ രാജാക്കന്മാരിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ അവതരിച്ചു. കേരളം കടലിൽ നിന്ന് വീണ്ടെടുത്തത് പരശുരാമനാണെന്നാണ് ഐതിഹ്യം. ശ്രീരാമാവതാരം, അതായത് മര്യാദ പുരുഷോത്തമൻ, രാവണനെ വധിച്ച് ലോകത്ത് ധർമ്മം സ്ഥാപിക്കാനായി അയോധ്യയിലെ രാജകുമാരനായിട്ട് ജനിക്കുന്നു. സത്യം, ഏകപത്നി വ്രതം, നീതി എന്നിവയുടെ പ്രതീകമാണ് ശ്രീരാമൻ. ചിലയിടങ്ങളിൽ 8ാമത്തെ അവതാരമായി ബലരാമനെയും 9ാമതായി കൃഷ്ണനെയും കാണിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് ചില ഗ്രന്ഥങ്ങളിൽ കൃഷ്ണനെ പൂർണ്ണാവതാരമായും ബലരാമനെ ദശാവതാരങ്ങളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരുടെ പക്ഷത്തു നിന്ന് ധർമ്മം സംരക്ഷിച്ച അവതാരമാണ് ശ്രീകൃഷ്ണൻ. എന്നാൽ കേരളത്തിന് പുറത്തുള്ള പല ഭാഗങ്ങളിലും ദശാവതാരങ്ങളിൽ 9ാമനായി ഗൗതമ ബുദ്ധനെയാണ് ഉൾപ്പെടുത്തുന്നത്. കൽക്കി, അതായത് 10ാമത്തെ അവതാരം, കലിയുഗത്തിൻ്റെ അവസാനം ലോകം അധർമ്മത്തിൻ്റെ പാതയിലാകുമ്പോൾ ഒരു വെളുത്ത കുതിരപ്പുറത്ത് വാളേന്തി വന്ന് ലോകത്തെ ശുദ്ധീകരിക്കാൻ പോകുന്ന അവതാരമാണിത്. ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നായി വിശ്വസിക്കപ്പെടുന്നു. രസകരമായ ഒരു കാര്യം എന്തെന്നാൽ, ആധുനിക ശാസ്ത്രത്തിലെ പരിണാമ സിദ്ധാന്തവുമായി ദശാവതാരങ്ങൾക്ക് വലിയ സാമ്യമുള്ളതായി പലരും നിരീക്ഷിക്കാറുണ്ട്. മത്സ്യം, അതായത് ജലജീവി, ആമ ഉഭയജീവി, പന്നി കരജീവി, നരസിംഹം മൃഗവും മനുഷ്യനും ചേർന്ന രൂപം, വാമനൻ കുറിയ മനുഷ്യൻ, രാമൻ അല്ലെങ്കിൽ കൃഷ്ണൻ പൂർണ്ണനായ മനുഷ്യൻ. ദശാവതാരങ്ങളെയും ഇസ്ലാമിക ദർശനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള പഠനങ്ങൾ വളരെ കൗതുകമുള്ളതാണ്. ഇസ്ലാമിലെ പ്രവാചക ചരിത്രങ്ങളും ഹൈന്ദവ പുരാണങ്ങളും തമ്മിൽ ചില പണ്ഡിതന്മാർ കണ്ടെത്തിയ സമാനതകൾ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഹൈന്ദവ പുരാണത്തിലെ സത്യവ്രത മനുവിൻ്റെയും പ്രളയത്തിൻ്റെയും കഥയ്ക്ക് ഇസ്ലാമിലെ നൂഹ് നബിയുടെ ചരിത്രവുമായി വലിയ സാമ്യമുണ്ട്. പ്രളയത്തിൽ നിന്ന് സജ്ജനങ്ങളെയും വേദങ്ങളെയും രക്ഷിക്കാൻ ദൈവം ഒരു വഞ്ചി ഒരുക്കാൻ നിർദ്ദേശിക്കുന്നതും ജീവജാലങ്ങളുടെ ജോഡികളെ അതിൽ കയറ്റുന്നതും 2 ദർശനങ്ങളിലും കാണാം. ഇസ്ലാമിക വീക്ഷണത്തിൽ പ്രളയം ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള ദൈവവിധിയായിരുന്നു. ധർമ്മം ജയിക്കുമ്പോൾ ഞാൻ അവതരിക്കുമെന്ന കൃഷ്ണന്റെ വചനവും ജനങ്ങൾ വഴിപിഴയ്ക്കുമ്പോൾ ഓരോ ജനതയിലേക്കും പ്രവാചകന്മാരെ അയക്കുമെന്ന ഖുർആന്റെ ആശയവും ലക്ഷ്യത്തിൽ ഒന്നിച്ചു നിൽക്കുന്നു. വിഗ്രഹാരാധനയും അക്രമത്തെയും എതിർത്ത പ്രവാചകന്മാരുടെ ദൗത്യം തന്നെയായിരുന്നു അധർമ്മം നശിപ്പിക്കുക എന്നുള്ളത്. ഹിരണ്യകശിപു എന്ന അഹങ്കാരിയായ രാജാവിനെ വധിക്കാൻ നരസിംഹം വരുന്നത് പോലെ ഇസ്ലാമിലെ ചരിത്രത്തിൽ ഇബ്രാഹിം നബിയും നമ്രൂദും തമ്മിലുള്ള പോരാട്ടവും മൂസ നബിയും ഫിറോനും തമ്മിലുള്ള പോരാട്ടവും നമുക്ക് കാണാൻ സാധിക്കും. അധികാരം കൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്നവരെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ശിക്ഷിക്കുന്നു എന്നതാണ് ഇതിലെ പൊതുതത്വം.
ശ്രീരാമൻ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ധാർമ്മികത, അതായത് സത്യം, മാതാപിതാക്കളോടുള്ള കടമ, നീതി, ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ് എന്ന് ഗവേഷകർ പറയുന്നു. ഖുർആൻ മുഹമ്മദ് നബിയെ വിശേഷിപ്പിക്കുന്നത് ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമ എന്നാണ്. മനുഷ്യർക്ക് അനുകരിക്കാവുന്ന ഒരു ഉത്തമ മാതൃക ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കണമെന്ന ദർശനം ഇവിടെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. കൽക്കിയും ഇമാം മഹദിയും, ഇതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗം. ലോകാവസാനത്തോടടുക്കുമ്പോൾ നീതി സ്ഥാപിക്കാൻ ഒരാൾ വരുമെന്ന വിശ്വാസം രണ്ട് മതങ്ങളിലുമുണ്ട്. കൽക്കി വെളുത്ത കുതിരപ്പുറത്ത് വാളുമായി വന്ന് കലിപുരുഷനെ നിഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. ഇമാം മഹദിയും ഈസ നബിയും ലോകാവസാനത്തിന് മുമ്പ് വന്ന് അനീതികൾ അവസാനിപ്പിക്കുകയും സമാധാനം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ഇസ്ലാം വിശ്വസിക്കുന്നുണ്ട്. ഈ രണ്ട് സങ്കല്പങ്ങളും ഒരേ യാഥാർത്ഥ്യത്തിൻ്റെ രണ്ട് ഭാഷ്യങ്ങളാണെന്ന് ഡോക്ടർ വേദ് പ്രകാശ് ഉപാധ്യായെ പോലെയുള്ള പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ, ഉദാഹരണത്തിന് കൽക്കി അവതാരവും മുഹമ്മദ് സഹാബും, വാദിക്കുന്നു. ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ സാമ്യതകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്: ദൈവം ഒന്നാണെന്നും കാലാകാലങ്ങളിൽ ജനങ്ങളെ നേർവഴിക്ക് നയിക്കാൻ ഒരേ സന്ദേശവുമായി ഒരേ സൃഷ്ടാവ് തന്നെ പലരെ നിയോഗിച്ചു എന്നുമാണ്. കാലാന്തരത്തിൽ ആ വ്യക്തിത്വങ്ങളുടെ കഥകളിൽ മാറ്റം സംഭവിക്കുകയും അവർ ആരാധനാപാത്രങ്ങളായി മാറുകയും ചെയ്തു. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നിരീക്ഷണം ഇപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിലെ പുണ്യപുരുഷന്മാരെ ആദരവോടെ കാണാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുമുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷേ അത് പുതിയൊരു വീഡിയോയ്ക്ക് കാരണമായി മാറാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.